വളരെ പോസിറ്റീവായൊരു വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഷാഫിയുടെ ഉമ്മയെ ഷാഫി കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മ, സന്തോഷം ഉമ്മ, നമസ്കാരം. ഞങ്ങൾ ഇപ്പോൾ ഷാഫി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് 7 വർഷമായിട്ട് പ്രാവിന് തീറ്റ കൊടുക്കുന്നുണ്ട് അല്ലേ? എന്താ അങ്ങനെ തോന്നാൻ കാര്യം? അത് വിശന്നിരിക്കുക വെള്ളം കൊണ്ടിട്ട് കൊടുക്കും, ഗോതമ്പ് കൊടുക്കും. ഗോതമ്പാണ് ആദ്യം തിന്നത്, പിന്നെ ഫുഡാണ് ഞാൻ കപ്പണ്ടി ഇതെല്ലാം കൊണ്ട് കൊടുക്കും. ആണല്ലേ? ഷാഫിയുടെ വൈഫ് ജീവിച്ചിരുന്നപ്പോഴും കൊടുക്കുമായിരുന്നു അല്ലേ? ഷാഫി ഇപ്പോഴും ആ ഫോട്ടോയിലും ഓർമ്മയിലും ഒക്കെയാണ് ഷാഫി ഇപ്പോഴും ജീവിക്കുന്നത്. ഷാഫി ഉമ്മയും മക്കളുമാണ് ഇപ്പൊ വീട്ടിലുള്ളത് അല്ലേ? അപ്പം രാവിലെ വൈകുന്നേരവും ഇതുമായിട്ട് വരും. ഇത് കഴിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നോക്കൂ, ഉമ്മ ഇങ്ങനെ ഉമ്മയുടെ കുറെ ഫോട്ടോ ഉണ്ട്, ഇങ്ങനെ ഈ പ്രാവും കൂട്ടമായിട്ടൊക്കെ ഇരിക്കുന്ന ഫോട്ടോ. അപ്പൊ പ്രാവിനെ ഇങ്ങനെ നോക്കിയിട്ട് കൊടുത്തോണ്ടിരിക്കും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ? കാക്കയ്ക്കും വെള്ളം കൊടുക്കും, ഭക്ഷണം എല്ലാം ഇട്ട് കൊടുക്കും. പൂച്ച ആണെങ്കിൽ പൂച്ചക്ക് എന്താണ് ആവശ്യം തിന്നുന്നത് അതെല്ലാം കൊടുക്കും. ആണല്ലേ? ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഉമ്മയ്ക്ക്? ഹാപ്പി അല്ലേ? 55 വയസ്സേ ആയിട്ടുള്ളൂ. വളരെ ഹാപ്പിയാണ്. വീട്ടിലെ പണിയൊക്കെ ഉമ്മ അല്ലേ? ഷാഫിയുടെ കാര്യമൊക്കെ ഇപ്പോഴും നോക്കുന്നുണ്ട് അല്ലേ? രാവിലെ ഞങ്ങള് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു പൊന്നുമ്മയാണ്. ജീവനാണ് അല്ലേ? ജീവനാണ്, ഞങ്ങൾക്ക് ജീവനാ. ഇപ്പൊ ഉമ്മ സന്തോഷം. ഉമ്മ തരുന്നത് ഏറ്റവും നല്ല ഫുഡ് ഏതാ ഉള്ളത് ഷാഫി? ഉമ്മ എല്ലാം ഞാനൊരു ഷെഫാണ്, പക്ഷെ എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഷെഫ് എന്ന് പറയുന്നത് എന്റെ ഉമ്മയാണ്. ഷാഫി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഷാഫി പറ്റുമെങ്കിൽ ലോകമെമ്പാടും ഇനിയും സഞ്ചരിക്കണം. ഉമ്മയുടെ കൈപ്പുണ്യം ലോകമെമ്പാടും കൊണ്ടുപോകണം, ഉമ്മയെ കൊണ്ടുപോകണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യൂറോപ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉമ്മ മോൻ്റെ ഒപ്പം ഒരു യൂറോപ്യൻ ട്രിപ്പൊക്കെ പോയി ഗംഭീരമായി ആഘോഷിച്ചിട്ടൊക്കെ വരും. അപ്പോൾ സന്തോഷം. ഒരു പൊന്നുമ്മയെ നമ്മൾ കണ്ടു അല്ലേ? ആ ഉമ്മയെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. എല്ലാ നെഗറ്റീവ് വാർത്തകളും മാറി. അപ്പോൾ നമുക്കൊരു നാടൻ പാട്ട് പാടുന്നൊരു കലാകാരൻ കൊണ്ടിട്ട് ഉമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു നാടൻ പാട്ട് പാടി നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ നമസ്കാരം. എന്താ നമ്മുടെ പേരെന്തായിരുന്നു? രാജീവ് മരട് സ്വദേശിയാണ് രാജീവ്. അപ്പോൾ രാജീവ്, നമുക്ക് സമയം പോയതുകൊണ്ട് വേറെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സംഭവം ജീവിതാഘോഷാണല്ലോ. ഉമ്മയുടെ കഥയൊക്കെ കേട്ടല്ലോ. ഹാപ്പി ആയിട്ടുള്ള ഉമ്മയാണ്. 85 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും കുറേ കാലങ്ങൾ നമ്മളോടൊപ്പം സന്തോഷത്തോടെ ഉണ്ടാവും. ഇപ്പോൾ അതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ വരുന്നുണ്ട്. അതിന് മുമ്പ് ഒരൊറ്റ വരി പാടി നമുക്ക് അവസാനിപ്പിക്കാം. നാടിനുടയോ നാരാണ്ട ആരാണ്ട ആരാണ്ട നാടിനുടയോ നാരാണ്ട ആരാണ്ട ആരാണ്ട നാടിനുടയോ നാരാണ്ട ആരാണ്ട ആരാണ്ട നാടിനുടയോ നാരാണ്ട. രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററുള്ള വരവ് നന്നായിട്ട് ചേർന്ന് പോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാജീവ് മരടാണ് ആ പാട്ട് പാടിയത്. അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയ സമയത്ത് തന്നെ ആ പാട്ട് പാടി. ആരാണ്ട നാടിനുടയോൻ ആരാണ്ട അല്ലേ? അതാണ് വയനാട്ടിലുള്ള ചോദ്യമാണ്, ആരാണ് ഉടയോൻ എന്നതാണ് ചോദ്യം. മുമ്പത്തെ രാഷ്ട്രീയ വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ വോട്ട് ചെയ്യാനൊക്കെ പോകുമല്ലോ അല്ലേ? ഓക്കെ, രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവം പക്കയാണ്. ആരാന്ന് പറയത്തില്ല. ഓക്കെ, ഉറച്ച നിലപാടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉമ്മയുടെ അടുത്ത് നിന്ന് നമ്മൾ യാത്രയാവുന്നു. നമ്മൾ ഇന്ന് എറണാകുളം മണ്ഡലത്തിലായിരുന്നു. ഇനി ബ്രേക്കിംഗ് ന്യൂസുമായി സുജയ പാർവതി ചേരും. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വരവാണ്, നരേന്ദ്രമോദിയുടെ വരവാണ്. സംഭവബഹുലമായ വാർത്താ ദിനത്തിലേക്ക് സുജയ പാർവതി പ്രേക്ഷകരെ കൊണ്ടുപോകും. ബ്രേക്കിംഗ് ന്യൂസുമായി സുജയ പാർവതി ചേരുന്നു. നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും മറ്റൊരു മണ്ഡലത്തിൽ, ഇടുക്കിയിൽ നിന്ന്. തത്സമയം അശ്വമേധം രാവിലെ 7 മണിക്ക്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഹാവ് എ വണ്ടർഫുൾ ഡേ.